ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ ആലുക്കൽകുന്ന് നഗറിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്ക്. പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽപ്പെട്ടതാണിത്. പദ്ധതിയുടെ ഭാഗമായി ഭവന പുനരുദ്ധാരണം, കാന നിർമ്മാണം, റോഡ് ഇന്റർലോക്ക്, കിണർ നവീകരണം, ലൈറ്റ് പോൾ സ്ഥാപിക്കൽ, അങ്കണവാടി നവീകരണം എന്നിങ്ങനെ ഉൾപ്പെട്ടതായിരുന്നു 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. എന്തൊക്കെ വിചാരിച്ചാലും നമ്മൾ തീരുമാനിക്കണം ഇവിടെ ജനപ്രതിനിധി ആര് വേണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ജനവിഭാഗത്തിന്റെ വോട്ടുകൾ കിട്ടി ഒരു വലിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു നാട്ടിക നിയോജകമണ്ഡലത്തിൽ നമ്മളിപ്പോൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം. ആ നാട്ടിക നിയോജകമണ്ഡലത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടും ധാരണയും ഇതിനു മുമ്പുള്ള MLA ജനപ്രതിനിധിയോട് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ജനവിഭാഗത്തെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു ആലോചനയായിരുന്നു എന്നിൽ അർപ്പിതമായ ചില കാര്യങ്ങൾ. ഇപ്പോൾ പൊതുവെ നമ്മുടെ മണ്ഡലം ഇപ്പോൾ 8 നഗരത്തിലേക്കാണ് ഇപ്പോൾ 1 കോടി രൂപ വീതം നമ്മൾ കൊടുത്തത്. 4-5 നഗരങ്ങൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടായി. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് P. പോൾ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ KD വാലന്റീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ, ജെറി ജോസഫ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K. പ്രമോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനിത മണി, റോസ്ലി ജോയ്, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, സിബി സുരേഷ്, സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ K. സന്ധ്യ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ TG വിനയൻ, സന്തോഷ് അറക്കൽ, സുധീർ ചക്കാലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു.